ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദ ടെക് ബ്രോ. നമ്മളിന്ന് കാണാൻ പോകുന്നത് അൺബോക്സിംഗ് അല്ല, ഒരു യൂസർ റിവ്യൂ ആണ്. ColorFit Caliber Smart Watchൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബോക്സിലേക്ക് പോകാം. ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ #, ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബോക്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 15 days ബാറ്ററി കിട്ടുന്നതും 1.69 ഡിസ്പ്ലേൻ്റെ ഒക്കെ ഡീറ്റെയിൽസും 60 സ്പോർട്സ് മോഡ്സും ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ടർ റെസിസ്റ്റൻസ് IP കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിലേക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാച്ചിൻ്റെ കൂടെ കിട്ടുന്നത് നമുക്കൊരു ചാർജിങ് മാഗ്നറ്റിക് കേബിളാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു യൂസർ മാനുവലിന് കിട്ടുന്നത് ColorFit Caliber എന്ന ഡീറ്റെയിൽസും വാച്ചിൻ്റെ സ്ക്രീൻ സൈസ് മുതലായി വാച്ച് ഫേസസിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഏത് ആപ്പ് യൂസ് ചെയ്യണം എന്നുള്ള QR കോഡും ആ ആപ്പ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിരിക്കുന്ന യൂസർ മാനുവലാണ്. വാച്ച് ഫേസസും ഓരോ ആപ്സും ഫങ്ഷണാലിറ്റീസിൻ്റെയും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിനകത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. കൂടാതെ ഇതിലേക്ക് നമുക്ക് ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് കാർഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നോയ്സിൻ്റെ സ്റ്റിക്കേഴ്സും മറ്റും നമുക്ക് കാണാൻ സാധിക്കാം. നമുക്ക് വാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ റൈസ് ടു വേക്ക് എന്നുള്ള ഓപ്ഷനൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ കാണാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണുന്നതിന് വേണ്ടിയും ഫൈൻഡ് മൈ ഡിവൈസിൻ്റെയും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കൂടാണ്ട് DND ഫ്ലാഷ് ലൈറ്റിൻ്റെയും സെറ്റിങ്സിലേക്ക് പോകാനുള്ള സെറ്റിങ്സ് കാണാം. നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള പല പല ആക്ടിവിറ്റികളുടെയും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ കലോറീൻ്റെയും മറ്റു ഡീറ്റെയിൽസ് ഡിസ്റ്റൻസിൻ്റെയും ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഹെയർ ബീറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ബീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹെയർ ബീറ്റിൻ്റെ ആക്യുറസി ഏകദേശം ലഭിക്കുന്നുണ്ട്. ഹെയർ ബീറ്റിൻ്റെ മാത്രമല്ല, കൂടാണ്ട് നമുക്ക് സ്ട്രെസ് മോണിറ്റർ ചെയ്യാനും നമുക്ക് ബ്രീത്തിങ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നൽകിയിട്ടുണ്ട്. മ്യൂസിക് കൺട്രോൾസും നൽകിയിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് തിരിച്ച് സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പഴയതിലേക്ക് പോകാനും സാധിക്കുന്നുണ്ട്. നമുക്ക് മേളിൽ നിന്ന് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ കാണാൻ സാധിക്കും. വാട്സപ്പും മെസ്സേജസും എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളോടെ നമുക്ക് കാണാൻ സാധിക്കും. സൈഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു മെനുവിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ആക്ടിവിറ്റീസോ മറ്റോ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ ആപ്ലിക്കേഷൻസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലോക്ക് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലാറവും സ്റ്റോപ്പ് വാച്ചും മറ്റും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ വർക്കൗട്ടുകൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലതരം വർക്കൗട്ടുകളും കാര്യങ്ങളും സൈക്ലിംഗ് മുതലായവ ഉള്ള വർക്കൗട്ടുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും നമുക്ക് വെതർ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നറായിട്ടുള്ള വെതർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മ്യൂസിക് കൺട്രോളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് കൺട്രോളിൻ്റെ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. കൂടാണ്ട് ബ്രീത്തിങ് ആക്ടിവിറ്റീസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണുള്ളത് അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ളത് ഫ്ലാഷ് ലൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലാഷ് വെളിച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. LCD സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. നമുക്ക് 5 വാച്ച് ഫേസസ് ആണ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നിരിക്കുന്നത്. കൂടാണ്ട് നമുക്ക് 150ഓളം വാച്ച് ഫേസസ് ക്ലൗഡിലും നമുക്ക് ലഭിക്കുന്നതാണ്. അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള വാച്ച് ഫേസസാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളിനി സെറ്റിങ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റീബൂട്ടിൻ്റെയും പവർ ഓഫിൻ്റെയും റീസെറ്റിൻ്റെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാണ്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെയും വൈബ്രേഷൻ്റെയും എല്ലാം നമുക്ക് സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ വൈബ്രേഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാണ്ട് റേസ് ടു വേക്കിൻ്റെ ഓൺ ഓഫുള്ള ഓപ്ഷൻസൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഓട്ടോ സ്ക്രീൻ ഓഫിൻ്റെ ടൈമിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻസൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 30 സെക്കൻഡ് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അനുസരിച്ച് കൂടുതൽ സ്ക്രീൻ ഓഫ് ടൈം നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അത്രയും സമയമെടുക്കും. കൂടുതൽ ബാറ്ററി ചാർജസൊക്കെ യൂസ് ചെയ്യും. നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ കാര്യം DND കാര്യങ്ങൾ, QR കോഡ്, ആപ്പ് ഏതാണ് വേണ്ടതെന്നുള്ള QR കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കോൾ വരുമ്പോൾ ഉള്ള കൺട്രോൾസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ കഴിയുക. കട്ട് ചെയ്യുക, സൈലൻ്റ് ആക്കുക, അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിപ്ലൈ കൊടുക്കുക. ക്വിക്ക് റിപ്ലൈ കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഉള്ള ക്വിക്ക് റിപ്ലൈ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്ക് മെസ്സേജ് നമുക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് നമുക്ക് നൽകുന്നത്. നമ്മൾ ആപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ എല്ലാവിധം ഡാറ്റാസും കൺസോളിഡേറ്റ് ചെയ്ത് ഡാറ്റാസ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് മുതലായ തുടങ്ങി ബോഡി ടെമ്പറേച്ചറും ഹെർട്ട് റേറ്റും സ്ട്രെസ് ലെവലും ബ്ലഡ് ഓക്സിജൻ ലെവലും എല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. എക്സ്പ്ലോറും ഷോപ്പ് എന്ന് പറഞ്ഞുള്ള ഡിഫറെൻറ്റ് ഫീച്ചേഴ്സൊക്കെ അവിടെ നൽകുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ മൈ ഡിവൈസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ
നമ്മുടെ വാച്ച് ഫേസിൻ്റെ സെറ്റിങ്സും ബാറ്ററി പെർസെൻറ്റേജും നമ്മുടെ ഡിവൈസിന് വരുന്ന അപ്ഡേറ്റ്സുകളുടെ ഡീറ്റെയിൽസും എല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാണ്ട് വാറണ്ടി രജിസ്ട്രേഷനുള്ള ഒരു ഓപ്ഷനും അവിടെ നൽകിയിട്ടുണ്ട്. ഡിവൈസിൻ്റെ പേരും നമ്മൾ വാങ്ങിയ ഡേറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. വാച്ച് ഫേസ് സെറ്റിങ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം 150ഓളം വാച്ച് ഫേസസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. സിമിലർ ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ലൈവ് വാൾപേപ്പേഴ്സും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാണ്ട് നമുക്ക് വാച്ച് ഫേസസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് നൽകുന്നുണ്ട്. 3 ടൈപ്സ് ഓഫ് കസ്റ്റമൈസ്ഡ് വാച്ച് ഫേസസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ഇമേജസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് അലേർട്ട്സും നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ നമുക്ക് തരുന്നുണ്ട്. റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻസും നമ്മുടെ ഈ ഒരു വാച്ച് ഫേസിൻ്റെ ഡീറ്റെയിൽസ് പോലെ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഹെൽത്ത് മോണിറ്ററും, മൈ അലാറംസ്, ഗൂഗിൾ ഫിറ്റ്സ്, ക്വിക്ക് റിപ്ലേ, വെതർ സെറ്റിങ്സ്, വേൾഡ് ക്ലോക്ക്, ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻസൊക്കെ കാണാം. ക്യാമറ ഷട്ടേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഡിവൈസ് കാര്യങ്ങളിലെല്ലാം ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ വാച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വെച്ച് മറന്നാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാണ്ട് നമ്മൾ വെതർ സെറ്റിങ്സ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ക്യാമറ ഷട്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഷെയ്ക്ക് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നത്. കയ്യിലാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ വാച്ചിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1499 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1999 രൂപയ്ക്കാണ് നമുക്ക് വാച്ച് ലഭിക്കുക. പോരാത്തിന് ദസറ ദീപാവലി ടൈമുകളിൽ 999 ഓഫർ പ്രൈസിന് വരെ സെയിൽ നടന്നിരുന്നു. ഓവറോൾ വാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി വാച്ചാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. നല്ലൊരു LCD ഡിസ്പ്ലേ ഉണ്ട്. എന്നാൽ ഇപ്പോഴത്തെ AMOLED ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാണ്ട് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് ഈ ഒരു വാച്ച് കാഴ്ചവെക്കുന്നുണ്ട്. കൂടാണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ മോണിറ്റർ, ഹേർട്ട് റേറ്റ് മോണിറ്റർ, ബോഡി ടെമ്പറേച്ചർ, സ്ട്രെസ് മോണിറ്റർ, സ്ലീപ്പ് മോണിറ്റർ എന്നിവയൊക്കെ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ റിജക്ഷൻ, ക്വിക്ക് മെസ്സേജ് റിപ്ലൈ ഇങ്ങനത്തെയുള്ള ഓപ്ഷൻസൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് മ്യൂസിക് കൺട്രോൾസ്, ക്യാമറ ഷട്ടേഴ്സ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ വാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആണ്. നല്ലൊരു വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റിൽപ്പെട്ട ഒരു വാച്ചാണ് നോയ്സ് കളർഫിറ്റ് കാലിബർ. 999 രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വാച്ച് തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമാകുക. താങ്ക് യു.